എല്ലാവർക്കും നമസ്കാരം. മരണം. ജനനമുണ്ടെങ്കിൽ മരണവും നമ്മളിൽ സംഭവിക്കും. പക്ഷേ നമ്മൾ ആ തിരിച്ചറിവ് നമ്മൾ മനസ്സിൻ്റെ തലത്തിലായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞേ ഉള്ളെന്ന് ചിന്തിക്കുന്നത് മരണം. പക്ഷെ ജനിക്കുന്നതിൻ്റെ അന്ന് തന്നെ മരണവും നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്. യോഗികൾ അതിനെ അനുഭവിക്കുകയും എല്ലാ ദിവസവും മരണത്തിന് അവരൊരു ഗെയിം പോലാണ് കാണുന്നത്. മരണത്തെ ഒരു നാടകീയമായാണ് അവർ കാണുന്നത്. മരണമെന്ന് പറയുന്നത് യോഗയുടെ മാനത്തിൽ തുറിയ എന്ന് പറയും. തുറിയെ നമ്മളൊരു തവണ എക്സ്പീരിയൻസ് ചെയ്യുമ്പം മരണം എന്താണെന്നാണ് നമ്മൾ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയുന്നത്. എല്ലാ ദിവസവും എല്ലാ വ്യക്തികൾക്കും നമ്മൾ സാധനയിൽ നമ്മുടെ കുണ്ടലിനിയെ കുറച്ച് മുകളിലോട്ട് ഉയർത്തി നിർത്തിയാൽ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ ഉറക്കം നമ്മൾക്കറിയാം. നമ്മൾ എപ്പോഴും ഒരു സ്വപ്ന നിദ്രയിലായിരിക്കും നമ്മൾ പലപ്പോഴും ഉറങ്ങുന്നത്. പക്ഷേ ഈ തുറിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ സമാധി അവസ്ഥ, യോഗികൾ എല്ലാ ദിവസവും അവരുറങ്ങുമ്പോൾ അവർ ഈ ഒരു തുറിയയിൽ എന്ന് പറയുന്ന അവസ്ഥയിലാണ്, സമാധി അവസ്ഥയിലാണ്. യോഗനിദ്രയെന്നും നിദ്ര സമാധി എന്നും ഒക്കെ നമ്മളതിനെ വിളിക്കും. ശരീരവും മനസ്സും വിശ്രമിക്കുന്നൊരവസ്ഥയും, എന്നാൽ ഇതൊരു ഉണർവിലും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ മരണത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. മരണത്തിൻ്റെ പൂർണ്ണ വശങ്ങൾ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മരണത്തെ ഒരു തവണ അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് ഈ ജീവനെ പൂർണ്ണമായിട്ടും വേറൊന്നുമായി ചേർക്കാൻ സാധിക്കും. ഒരു പരമാത്മ ലഹരിയുമായി, ഒരാനന്ദമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വേറൊരു അവസ്ഥയിലേക്ക് ഈ ഒരു ഊർജത്തിനെ ലയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. ഈ ഒരു തുറിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സാധന നമ്മൾ ശരിക്കും പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പം നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണത്തെ അനുഭവിക്കുന്നതായിരിക്കും. ഡെത്ത് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ആ മരണത്തെ അനുഭവിച്ച് നമുക്ക് ജീവൻ്റെ കൂടുതൽ മാനത്തെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഒരു മൃത്യുഞ്ജയനാണെന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് മരണമില്ലാത്ത ഒന്നാണ്. നിങ്ങളൊരു ഉണർവാണ്. ഈ ശരീരവും മനസ്സും ഒരു വിശ്രമാവസ്ഥയിൽ നിൽക്കുന്നതും നിങ്ങളൊരു ഉണർവിൻ്റെ അംശമാണെന്നുള്ള ഒരു തിരിച്ചറിവുമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. മരണം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റിനെ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ആ ഒരു തലം എപ്പോഴും നമുക്ക് ഈ ഒരു തുറിയ എന്ന് പറയുന്ന അവസ്ഥ എപ്പോഴും 112ാമത്തെ ചക്രം യോഗികൾ ഒരിക്കലും കൂടുതൽ അതിനെ സ്പർശിച്ച് നിർത്തില്ല. അവർ 7 ചക്രങ്ങളിലും സജീവമാണെങ്കിലും അവരൊരിക്കലും 112 ചക്രങ്ങളെയൊന്നും ഒരിക്കലും അവർ സ്പർശിക്കില്ല. അവർ ചില പർട്ടിക്കുലറായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉണർത്തുകയും അതേപോലെ തന്നെ ആ ഊർജത്തെ ഒരു ജലന്ധര ബന്ധനത്തോടുകൂടി ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മുടെ ശ്രീരാമ പരമഹംസം അദ്ദേഹത്തിൻ്റെ സമാധി നോക്കുമ്പോൾ ഏകദേശം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തുറിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മുടെ ഊർജം അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് കടക്കും. നമുക്കത് പ്രത്യേകിച്ച് ഈ ശരീരത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഊർജം വർദ്ധിച്ചു വരുമ്പം ഈ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ 21 ദിവസത്തിന് മുകളിൽ യോഗികൾ ജീവിക്കില്ല. മീൻസ് ഈ ശരീരവും മനസ്സും അവർക്ക് കൈക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അവരവരുടെ ബോഡിയെ നിർവികൽപ്പ സമാധി അവസ്ഥയിലേക്ക് തന്നെ ലെഫ്റ്റ് ചെയ്യും. അവരാ രീതിയിലേക്ക് പോകും. തുറിയ എന്ന് പറയുന്ന കൂടുതൽ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ രീതി. എല്ലാ യോഗികളിലും തുറിയ എന്ന് പറയുന്ന അവസ്ഥ, ആ സ്റ്റേറ്റിൻ്റെ അളവ് കൂടുമ്പം അവർ തന്നെ മഹാസമാധി എന്ന് പറയുന്നതിലേക്ക് തന്നെ ഈ ബോഡിയെ മാസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഈ ആത്മാവിനെ ആ നിർവികൽപ്പ സമാധി അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്.
പിന്നെ എൻ്റെ അനുഭവത്തിൽ പറയുമ്പം എപ്പോഴും തന്നെ ഈ സ്റ്റേറ്റിനെയൊക്കെ അനുഭവിച്ചറിയാൻ നമുക്ക് കഠിനമായിട്ടുള്ള സാധന പരിശീലനം ഒന്നും വേണ്ട ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. നമ്മൾ ഉയർന്ന ഗുരുക്കന്മാരുടെയും രമണ ഭഗവാന്റെയും ആദിശങ്കരാചാര്യരുടെയും ഒക്കെയുള്ള സമാധി മണ്ഡപത്തിൽ നമ്മൾ സാധന ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടലിനി ഉയർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റിനെയൊക്കെ 1 day കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മന്ത്രദീക്ഷയുടെ പ്രാധാന്യം. മന്ത്രദീക്ഷ എടുത്ത് കുറച്ച് നേരം, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോകുമ്പം ഉയർന്നൊരു ദീക്ഷ പ്രോസസ്സുണ്ട്. എപ്പോഴും ദീക്ഷയുടെ മാർഗത്തിൽ ആദ്യ ദീക്ഷ മന്ത്രദീക്ഷയാണ്. ഏറ്റവും ഉയർന്ന ദീക്ഷ എന്ന് പറയുന്നത് മുക്തി ദീക്ഷയാണ്. മുക്തി ദീക്ഷ നിങ്ങൾ എടുത്തു കഴിയുമ്പം ജസ്റ്റ് പ്രസൻസ് മാത്രം മതി. ദീക്ഷയുടെ ഗുരുവിൻ്റെ പ്രസൻസ് മാത്രം മതി ഈ ഒരു സ്റ്റേറ്റിനെയൊക്കെ അനുഭവിച്ചറിയുവാനായിട്ട്. സാധനയില്ല, പിന്നെ ഗുരുവിൻ്റെ പ്രസൻസ് മാത്രമാണ് നിങ്ങളുടെ സാധന. പല രീതിയിലും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ അനുഭവിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള തലങ്ങളൊക്കെ തന്നെ അനുഭവിപ്പിക്കുന്നതും ഗുരുവിൻ്റെ സമാധി ഊർജ്ജത്തിലാണ്. ആ സമാധിയുടെ ഒരു ബന്ധം, വളരെ ശക്തമേറിയ ഒരു ബന്ധം നിങ്ങളിലും സൃഷ്ടിച്ചുകൊണ്ട് ആ ഒരവസ്ഥയിൽ പല രീതിയിലുള്ള സമാധികളെ അനുഭവിപ്പിച്ചറിഞ്ഞുകൊണ്ട് ആ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നൊരു പ്രക്രിയയാണ്. അപ്പം എല്ലാവർക്കും അതിനോട്ടുള്ള അവസരമുണ്ട്. അത് നമ്മൾ പലതിനെയും നമ്മുടെ ഇന്നർ ജേണിയിലേക്ക് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പല സാധനങ്ങളും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ചെയ്യുക. എന്താണ് എനർജി, എന്തൊക്കെയാണത്, നമ്മുടെ ജീവൻ്റെ തലങ്ങളെ അനുഭവിക്കുന്ന. ജീവൻ എന്ന് പറയുമ്പം ഈ പ്രാണനാണ്. ഇതിൻ്റെ പൂർണ്ണത്തെ നമ്മൾ ഈശ്വരീയ സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നൊരു പാതയിൽ കൂടുതൽ നമ്മുടെ ഇന്നർ ജേണിയിൽ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് പലതിനെയും, മരണത്തെയൊക്കെ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ തന്നെ സ്വതന്ത്രമായി. മനസ്സ് ഒന്നിനെയും ഭയപ്പെടാനില്ല, ശരീരം ഒന്നിനും വേണ്ടി ഒരു സുഖത്തിനും തേടാനില്ല. ജീവൻ പൂർണ്ണമായിട്ടും ഒരു പരമമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും നിലകൊള്ളുന്നത്, ആ സ്റ്റേറ്റിലായിരിക്കും. അപ്പം ഈ ഒരു മാർഗത്തിലേക്ക് പോകാൻ പല രീതിയിലുള്ള അവസരമുണ്ട്. മന്ത്രദീക്ഷയുടെ ശേഷം മുക്തിദീക്ഷയുണ്ട്. അതിലൂടെ പരമമായിട്ടുള്ള സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ തീവ്രത ഈശ്വരീയ സാക്ഷാത്കാരമാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കും. ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്കത് നടത്തി തരുവാനായിട്ടും. പൂർണ്ണമായിട്ടും ആ ഒരു അനുഭവം എന്താണ് മഹാസമാധി എന്നുള്ളത് നമ്മുടെ തീവ്രത പോലാണ് നമ്മളിൽ സംഭവിക്കുന്നത്. നമുക്കൊന്ന് വില്ലിങ് ആയാൽ മതി, നമ്മളൊന്ന് തയ്യാറെടുത്താൽ മതി. ബാക്കിയെല്ലാം തന്നെ അതിൻ്റെ വക്കിൽ നടക്കുവാനായിട്ടുള്ള മാർഗവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം തുരിയ എന്ന് പറയുന്ന അവസ്ഥ എവറി ഡേ നമ്മുടെ കുണ്ടലിനി ഉയർന്നു കഴിഞ്ഞാൽ എവറി ഡേ നമുക്ക് മരണത്തെ അനുഭവിച്ചറിയാൻ, മരണമെന്ന് പറയുന്നൊരു നാടകീയമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നൊരവസ്ഥയാണ്. എല്ലാവർക്കും നമസ്കാരം.